ഹലോ പനക്കത്തിയാന്നേ എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ ദേ നമ്മൾ വന്നിരിക്കുന്നത് ഇന്നൊരു ഡീപ്പ് ക്ലീനിങ് ആയിട്ടാണ്. അപ്പൊ നമ്മൾ എപ്പോഴും ഡീപ്പ് ക്ലീനിങ് ചെയ്യാറുണ്ട്, പക്ഷെ ഇത് നമ്മൾ ഞാൻ എപ്പോഴും പറയാറ് അടുക്കള ഞാൻ പിന്നൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചൊക്കെയാണെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ദേ നമ്മള് വേറെ ഒന്നുമല്ല, എനിക്കിത് ഇച്ചിരി റീഅറേഞ്ച് ചെയ്യാനും അത് ഇതൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടി നമ്മൾ കുറച്ച് മീഷോയില് കുറച്ച് പർച്ചേസ് ഒക്കെ നടത്തിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം. അപ്പൊ എന്തായാലും നമുക്ക് ഇതിന്ന് എന്താണ് നമ്മുടെ ഡീപ്പ് ക്ലീനിങ് തുടങ്ങാം. അപ്പൊ ഇതേ ചേട്ടൻ ആണ് എന്നെ സഹായിക്കാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന്ന് റീഅറേഞ്ച് ചെയ്യുകയും ഒപ്പം ഒരു ക്ലീനിങ്ങും പോലെ ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ ആദ്യം തന്നെ ഞാൻ ഈ സാധനങ്ങളെല്ലാം തന്നെ ഇവിടെ നിന്ന് മാറ്റിയിട്ട് നമുക്ക് ഓരോന്ന് തുടങ്ങാം. അപ്പൊ ദേ നമ്മളെ എല്ലാ സാധനവും തന്നെ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പൊ ദേ ഗ്യാസ് ഇരിപ്പുണ്ട്, അത് നമുക്ക് മാറ്റാൻ പറ്റൂലല്ലോ, കാരണം അതവിടെ ഇരിപ്പുണ്ട്. ബാക്കി എല്ലാ സാധനങ്ങളും തന്നെ നമ്മൾ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പൊ ദേ നല്ല രീതിയിലുള്ള അഴുക്കുണ്ട്. അപ്പൊ ഞാൻ ഒരു വീഡിയോ ഇതിനായിട്ടൊരു വീഡിയോ വേണമെന്ന് തന്നെ പറയാൻ കാരണം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള നല്ല രീതിയിലുള്ള അഴുക്കുണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് ഉരച്ച് തേച്ച് കഴുകി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഈ വീഡിയോയുടെ അവസാനം എന്റെ ഭാര്യ പറയും നിങ്ങൾ എല്ലാരും വീട്ടിൽ ഇതുപോലെ സഹായിക്കണം കേട്ടോ. ചെയ്യണമല്ലോ, അങ്ങനെ ചെയ്യണേ. ഇതെല്ലാം ചെയ്തിട്ടാണ് എന്റെ ഭാര്യക്ക് എന്റെ മകന് ഭക്ഷണം കൊടുക്കാനായിട്ട് അല്ലേ? ലീവിന് വന്ന് എന്നും പറഞ്ഞ് എന്താണ് ഭാര്യനെ സഹായിക്കാൻ പാടില്ല, അങ്ങനെ ഇങ്ങനെയൊന്നും ഇല്ല. ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞതാ. അല്ല ഇപ്പൊ ആരെങ്കിലും ഓർക്കുന്നുണ്ടാകും എന്താണ് ഡീപ് ക്ലീനിങ് എന്നുള്ള വീഡിയോ അല്ലെങ്കിൽ എന്റെ പണി എപ്പോഴും ഇത് തന്നെ ആയിരിക്കും. അല്ല ഞാനിപ്പോ പറയാൻ വന്നതേ, ഇപ്പം ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഒക്കെ ഓർക്കുന്നുണ്ടാകും ആ ചെറുതിലെ എന്താണ് ലീവിന് വന്നിട്ട് കഷ്ടപ്പെടുത്തിയാണല്ലാന്ന്. പക്ഷെ അങ്ങനെയല്ല. പക്ഷെ ഞാൻ പറയട്ടെ, ഇപ്പൊ എന്താണ് നാട്ടിലുള്ള ഹസ്ബൻഡ് ചെയ്യേണ്ടത് അത് ലീവിന് വരുമ്പോഴല്ലേ ചേട്ടന് ചെയ്യാൻ പറ്റും. ഭാര്യമാര് ഭർത്താക്കന്മാർക്ക് വേണ്ടി എന്താ ചെയ്യാ? നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഞങ്ങള് ജീവിക്കുന്നത്. ജീവിച്ചോടിരുന്നാ മതി. ഞങ്ങള് പിന്നെ ജീവിക്കണം, പിന്നെ ആർക്കും വേണ്ടോ? എല്ലാരും ജീവിക്കുന്നത് പരസ്പരം എല്ലാവർക്കും വേണ്ടിയാ. അതെ, തേച്ചിട്ടും തീരണില്ല. വായിച്ചിട്ട് നേരം അടച്ചു വെച്ചാൽ മതി, അപ്പൊ നല്ലോണം തീരും. വല്ല കപ്പലിൽ നിന്നാ മതിയായിരുന്നു ഇങ്ങോട്ട് വരണ നല്ലത്. അത് ഇറാൻ ഇസ്രായേൽ യുദ്ധമാണെന്ന് പറഞ്ഞ് പെട്ടെന്ന് കയറിപ്പോ വന്ന ഇങ്ങോട്ടേക്ക്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിനും കഷ്ടമാണ്. മതിയോ ചേച്ചി? മതിയോ? ഒന്ന് വെള്ളം ഒഴിച്ച് നോക്കിക്കോ, അപ്പോഴേ അറിയുള്ളൂ അതിന്റെ. വെള്ളം ഒഴിച്ച് നോക്കിയാൽ അഴുക്ക് നീങ്ങാം. ഗ്യാസ് ഒന്നും കിട്ടാനില്ല, ഇനി അടപ്പ് കൂട്ടി പാചകം ചെയ്യാൻ നോക്ക്. ഗ്യാസ് നന്നാക്കണ ആൾക്കാർ തപ്പി നടക്കണേ. ഗ്യാസ് ഇപ്പൊ നോർമലായിരുന്നോ അല്ലേ? നമുക്ക് കിട്ടിയത് കാരണം പിന്നെ അതിനെപ്പറ്റി നമ്മള് ഇറാൻ ഇസ്രായേൽ യുദ്ധം തുടങ്ങണേ മുന്നേ ബുക്ക് ചെയ്തതുകൊണ്ട് സാധനം ഇപ്പൊ കിട്ടി. ഈ ഒരു ഏരിയയിൽ നമുക്ക് എപ്പോഴും പാടും അതും ഇതൊക്കെ ആയിട്ട് വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അടുക്കള ക്ലീൻ ചെയ്താൽ മേളിലെത്തിയല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ചേട്ടനാണ് ഇപ്പൊ അവിടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ചെയ്യണം. ഞങ്ങൾ പൊതുവെ ഇങ്ങനെ എന്തെങ്കിലും തമാശകൾ പറഞ്ഞിരിക്കും. ചിലപ്പോൾ ആ തമാശകൾ ഇടിയിലേക്കും പോകും. അതെ ഞാനും പറയാൻ പോകുന്നത്.
ചില തമാശകൾ എവിടെ പറയണം എപ്പോ പറയണം എന്ന് ഞങ്ങൾക്ക് സ്നേഹമുള്ളടത്തല്ലേ ഇടി ഉണ്ടാവുള്ളൂ, അത്രേ ഉള്ളൂ. അപ്പൊ എപ്പോഴും ഇടിയായിരിക്കും, അതിനെ മാത്രം സ്നേഹമാണല്ലോ. ഈ ഡീപ്പ് ക്ലീനിങ് എന്ന് കപ്പലഴിച്ച് ഞാനിത് കാണുന്നുണ്ട് വീഡിയോസ്. അപ്പം ഞാൻ ഓർത്ത് നാട്ടിൽ വരുമ്പോൾ ഇനിയിപ്പോൾ ഇങ്ങനെയുള്ളതൊന്നും ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല, എല്ലാം ഓൾറെഡി അവൾ ചെയ്യുന്നുണ്ട്. 2-3 പ്രാവശ്യമായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ അപ്പോഴും പറഞ്ഞിരുന്നു അടുക്കള നമ്മൾ പിന്നീട് അതെന്താ, അതെനിക്ക് അത് വേണ്ടിയിട്ട് ഇത് വെച്ചേക്കണ അതെ അതെ അതെ. ഇനി ഞാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അറിയിപ്പുകൾ ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുള്ളൂ. എന്തായാലും പറഞ്ഞാൽ മതിയല്ല, ഇറാനോ ഇസ്രായേലോ എവിടെയെങ്കിലും യുദ്ധം നടക്കണമെന്ന് പറഞ്ഞാൽ പോരെ. അതേ നമ്മുടെ അടുക്കള നമ്മളൊന്ന് തേച്ച് കഴുകി മിനുക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഭാഗം ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഇച്ചിരി അഴുക്കുണ്ടായിരുന്നു, അപ്പോൾ അത് ചേട്ടൻ തേച്ച് റെഡിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. എന്നാൽ ഇനിയിപ്പോൾ ഞാനത് മീഷോയിൽ നിന്ന് വാങ്ങിയൊരു ഇതാണ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. അതേ ഒരു നമ്മുടെ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് വെക്കിയല്ലേ ഭിത്തിയിലേക്ക്, ആ ഒരു ഷീറ്റാണേ. അപ്പോൾ ഇത് ഞാൻ ഇവിടെ ഇത് ഒട്ടിക്കാൻ വേണ്ടി വാങ്ങിയതാണ്. അപ്പോൾ അവിടെ ഇച്ചിരി ആ ഒരു ഇപ്പോൾ ഈ കറപ്പാട് ഇരിക്കാനായിട്ട് അങ്ങനെ ഫീൽ ചെയ്യില്ലല്ലോ, അതിനുവേണ്ടി വാങ്ങിയതാണ്. ഇതൊരു 5 ഷീറ്റായിരുന്നു ഞാൻ ഇത് ഓൺലൈൻ വാങ്ങിയതായിരുന്നു, മീഷോയായിരുന്നേ. അപ്പോൾ അത്യാവശ്യം നല്ല ഷീറ്റാണ്, ക്വാളിറ്റിയൊക്കെ ഉണ്ട്. പിന്നെ നമുക്കിത് ഇവിടെ ഒട്ടിക്കണം, അതിനാണ് ചേട്ടൻ്റെ സഹായം നല്ലതുപോലെ വേണ്ടത്. വാൾപേപ്പറായിട്ട് നമ്മൾ അതെ യൂസ് ചെയ്യണം. നോർമലി ടൈലാണ് നമ്മൾ വെക്കണം എല്ലാവരും, പക്ഷേ ഇപ്പൊ ടൈലിനേക്കാൾ മികച്ച ഇത് ഇപ്പൊ എല്ലാരും തന്നെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അതെ അതെ, ഒത്തിരി വാൾപേപ്പേഴ്സ് വരുന്നുണ്ട്. ഇപ്പോൾ എത്ര കാലം നിൽക്കുമെന്നൊന്നും നമുക്കറിയില്ല, നോക്കാം. അതെ, എന്തായാലും ഇപ്പൊ ഇനി കയറിക്കോ. നമുക്ക് ഫുൾ വെക്കാതെ ഹാഫായിട്ട് കട്ട് ചെയ്യാം, അതായിരിക്കും ഇത്തിരി ബെറ്റർ ആയിട്ട്. ഒപ്പം വെച്ച് ഇവിടെ നോക്കണം, ഇതിൻ്റെ എഡ്ജ് ഈ ആൾക്കാരെയൊക്കെ പണിയെടുക്കാൻ പോണത് പണി മുടക്കാണ്, ഇരട്ട പണിയാക്കും. നമ്മൾ ടൂള് അടിപൊളി ചൂട്, നല്ല ചൂട്, കാറ്റ് ഇച്ചിരിയൊക്കെ നല്ലുണ്ട്. അപ്പൊ ദേ നമ്മളെല്ലായിടും ഒന്ന് ഒട്ടിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഒന്ന് കാണിച്ചു കൊടുത്തേ ചേട്ടാ, കണ്ടോ? ഞാനല്ല, എല്ലാം ചേട്ടൻ ഒട്ടിച്ചതാണ്. ഞാൻ നിന്ന് കൊടുത്തിട്ട് കണ്ടായിരുന്നല്ലോ, വെറുതെ പണിമുടക്കായിരുന്നു. പിന്നെ അപ്പൊ ഇപ്പൊ അതെല്ലാം ചേട്ടൻ ഒട്ടിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മുടെ അടുക്കള കാണാൻ നല്ലൊരു ഭംഗിയായിട്ടില്ലേ ഇപ്പൊ തന്നെ. ഇനി നമുക്ക് ഇതിന്റെ ബാക്കി സെറ്റിങ്സും പരിപാടിയൊക്കെ ഒന്ന് ചെയ്യാനുണ്ട്, അപ്പൊ അതൊക്കെ കൂടെ നമുക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ മേൽഭാഗമൊക്കെ കഴിഞ്ഞല്ലോ, ഇനി ഇതിന്റെ ഈ ഡ്രോയർ കൂടെ നമുക്കൊന്ന് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ ഇതിലെ കുറച്ച് എല്ലാ സാധനങ്ങളും തന്നെ നമുക്കൊന്ന് ആദ്യം മാറ്റാം. അപ്പൊ ഈ സാധനങ്ങളെല്ലാം മാറ്റിയിട്ട് നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഇതിന്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തു വരാം. അപ്പൊ അതെ നമ്മൾ ചെയ്ത് രാവിലെ തുടങ്ങിയതാണ്. ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടല്ലോ, രാത്രിയായി, ഇതുവരെ നമ്മുടെ തീർന്നിട്ടില്ല. നമ്മൾ അതിന് മാത്രം നല്ലൊരു ഡീപ്പ് ക്ലീനിങ് തന്നെയാണ് ചെയ്യണത്. പിന്നെ നമ്മൾ കുറച്ച് അറേഞ്ച്മെന്റ്സും ഒക്കെ വരുത്തുന്നുണ്ടല്ലോ, അപ്പൊ നമ്മൾ ഇതൊക്കെ ഒട്ടിച്ചെന്ന് അതൊക്കെ ആയിട്ട് കുറച്ച് ടൈം പോയിട്ടുണ്ട്. അപ്പൊ അതെ ഇടയ്ക്ക് ഞാൻ ഈ രാത്രി ആയത് കുറേ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അങ്ങനെ അതിലൊക്കെ കഴിമാറ്റി ഇവിടെ ഈ സ്റ്റീലിന്റെ ആ ഒരു സ്റ്റാൻഡ് ഇതൊക്കെ കഴുകി അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മീഷോയിൽ നിന്ന് വാങ്ങിയ കുറച്ച് ഐറ്റംസ് ആണ്, അതൊക്കെ ഒന്ന് വെക്കാനുണ്ട്. ഇത്രയാണ് നമ്മൾ ഇതുവരെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ കുറച്ച് ഭരണി, നമ്മൾ അർത്തിങ്കൽ പള്ളിയിലെ പെരുന്നാളിന് കുറച്ച് ഭരണി വാങ്ങിയതൊക്കെ ഇല്ലേ, അതല്ലാതെ ഇത് 2 എണ്ണം ഞാൻ വേറെ ഓൺലൈനായിട്ട് മീഷോയിൽ നിന്ന് തന്നെ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതൊക്കെ ഈ പൊടിയൊക്കെ ഒന്ന് ഇട്ട് വെക്കണം, അതൊക്കെ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഓരോന്ന് കാണിക്കാൻ വേണ്ടി പാത്രം കഴിയത് അത് ഇതൊക്കെ ആയിട്ട് എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ഇച്ചിരി ബിസി ആയിപ്പോയത് കാരണം അതൊന്നും കിട്ടിയില്ല. അപ്പോൾ ബാക്കി പരിപാടിയൊക്കെ നമുക്ക് തുടങ്ങാം. എന്താണല്ലോ നമ്മുടെ പാത്രത്തിൻ്റെ ആ സ്റ്റാൻഡ്, അത് തന്നെ നമ്മളൊരു ഇതിൽ ചില്ല് പാത്രം എന്ന് പറയാമല്ലോ, അതൊക്കെ ആയിട്ട് അറേഞ്ച് ചെയ്തൊക്കെ വെച്ച് നല്ലൊരു കളർഫുൾ ആക്കിയിട്ടുണ്ട്. അപ്പം ഇതിൽ പിന്നെ ഈ ഒരു ഇത് കണ്ടോ,
ഇത് വേസ്റ്റ് ബിന്നാണ്. ഇത് ഞാനൊരു ഓൺലൈൻ വാങ്ങിയതാണ്, മീഷോ എന്നാണ് കേട്ടോ. കൊള്ളാം, നല്ലതാണ് കേട്ടോ. പിന്നെ ഇത് നമ്മൾ അർത്തിങ്കൽപ്പുള്ള പെരുന്നാളിനായിട്ട് വാങ്ങിയ 4 ഫ്ലവേഴ്സാണ്. അത് അടുക്കളയിൽ വെക്കാൻ വേണ്ടി തന്നെയായിട്ട് വാങ്ങിയതാണ്. പിന്നെ ഇത് ഈ ഒരു ഷീറ്റ് എന്താണ് നമ്മൾ കഴുകി ഉണക്കാൻ വേണ്ടി വെക്കുന്ന ആ ഒരു ഷീറ്റാണ്. നല്ല ഷീറ്റാണ്. ഇതും ഞാൻ ഓൺലൈൻ വാങ്ങിയതാണ്. പിന്നെ ഭരണി ഞാൻ പറഞ്ഞല്ലോ ഓൺലൈനായിട്ടാണ് വാങ്ങിയതാണ്. പിന്നെ ഇതിൽ ഉപയോഗിക്കുന്ന ഒരു സ്പൂണുണ്ട്. ഈ ഒരു സ്പൂൺ, ഇതിന് ഞാൻ എല്ലാത്തിനും സ്പൂൺ ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ ഒരു സ്പൂൺ എന്താണ് നമ്മുടെ ഓൺലൈനായിട്ട് തന്നെ വാങ്ങിയത്. പിന്നെ ഇത് ഈ ഒരു ഈ സ്റ്റാൻഡ് ഞാൻ ഓൺലൈൻ വാങ്ങിയതാണ്. കുറച്ച് ഐറ്റംസ് ഞാൻ വാങ്ങി ഓൺലൈനായിട്ട്. പിന്നെ ഈ ഷുഗർ, ടീ, ഇതൊക്കെ ഓൺലൈൻ വാങ്ങിയതാണ്. പിന്നെ ഇത് ഈ ഒരു സ്പൂണിന് ആ ഒരു ഇതൊക്കെ ഞാൻ ഓൺലൈൻ വാങ്ങിയ. പിന്നെ ഇതേ ഒരു എന്താണ് ഈ നമ്മുടെ മസാലക്കൂട്ടുകൾ അതും ഇതൊക്കെ ആയിട്ടുള്ള പൊടികളൊക്കെ ഇടുന്ന ഇതും ഞാൻ ഓൺലൈൻ വാങ്ങിയതാണ് കേട്ടോ. അപ്പം ഇതൊക്കെ ഞാൻ വാങ്ങിയിട്ട് കുറച്ച് നാളായി. പിന്നെ ഇത് ചേട്ടൻ വരാൻ വേണ്ടിയുള്ള ഒരു വെയിറ്റിങ്ങിലായിരുന്നു ഇതൊക്കെ ചെയ്തത്. അപ്പോൾ ഇത് നമ്മുടെ തീർന്നിട്ടില്ല. നമ്മുടെ എന്താണ് കബോർഡൊക്കെ ചെയ്തത് കൂടെ കാണിച്ചു തരാം. ഇവിടെയൊക്കെ ഞങ്ങൾ എല്ലാം ഒതുക്കി പെറുക്കിയൊക്കെ വിട്ട് വെച്ചിട്ടുണ്ട്. ഇതിനൊരു സ്റ്റാൻഡ് വേണമെന്ന് എനിക്കുണ്ട്, പക്ഷെ അത് നമുക്ക് പുറകെ അറേഞ്ച് ചെയ്യാം. ഇപ്പോൾ തൽക്കാലം നമ്മളിങ്ങനെയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം തന്നെ നല്ല അറേഞ്ച്ഡായിട്ട് വെച്ചിട്ടുണ്ട്. ഉണ്ടല്ലോ, നമുക്കുണ്ടാവുന്ന രീതിയിലൊക്കെ നമ്മളത് അതുക്കിപ്പറുക്കിയൊക്കെ വെച്ച് ഏരിയയിലാണ് നമ്മുടെ സ്പൈസസ് അതുപോലെ തന്നെ പൊടികൾ കുറച്ച് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മൊത്തത്തിലെല്ലാം കണ്ടല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ചെറിയൊരു കിച്ചൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ.